സജി ചെറിയാൻ വയ്ക്കണോ എന്ന ചോദ്യത്തിന് രാജിവെക്കേണ്ടതില്ല, ഇനിയും രാജിവെക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അന്ന് ആ പരാമർശം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ളൊരു നിലപാട്, എൻ്റെ നിലപാട് എന്നുള്ളത് ഏത് സമയത്താണ് ഈ വിമർശനം എന്നുള്ളതാണ്. ഏത് കാലത്താണ് ഈ തരത്തിലുള്ള നാടൻ പ്രയോഗമാണെങ്കിലും ഉത്തരവാദിത്തമില്ലാത്ത പ്രയോഗമായി അത് ഏത് കാലത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സംഘപരിവാർ ഭരിക്കുന്ന സമയത്ത് ഇതിനൊരു ഭരണഘടനയെ ഒരു പ്രതിരോധമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചെറിയ പതിപ്പുമായിട്ടാണ് എല്ലായിടത്തും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നത്. എന്തുകൊണ്ടാണ്? അതൊരു പ്രതിരോധമായിരുന്നു. അപ്പോൾ അത്രത്തോളം ഗൗരവം അതിനുണ്ട്. അപ്പോൾ ഈ കാലത്ത് ആ ഭരണഘടനയെ പരിഹസിച്ചുകൊണ്ട്, ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നാടൻ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിമർശനം തന്നെയാണ്. കാരണം ഭരണഘടന അടിസ്ഥാന ജനവിഭാഗത്തിലെ താല്പര്യത്തിന് ഉതകുന്ന വിധത്തിലാകണം, അതിൻ്റെ വർഗ സ്വഭാവം മാറണമെന്നുള്ളതൊക്കെ വിമർശനം, കമ്മ്യൂണിസ്റ്റ് വിമർശനം തന്നെയാണ്. അതിൻ്റെ നാടൻ പരിഭാഷയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ അതിൽ ഉപയോഗിച്ച ഈ വാക്കുകൾ, ആ വാക്കുകളാണെന്ന് വിമർശിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനുശേഷം നടന്നിരിക്കുന്ന അന്വേഷണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു, ഒരു മന്ത്രിക്കെതിരെ ഈ ഭരിക്കുന്ന ഘട്ടത്തിൽ ഒരു പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന കേസിലും അവിടുത്തെ പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിക്കാതെ പോലീസ് നൽകിയ റിപ്പോർട്ടിനെക്കുറിച്ചൊക്കെ വിമർശനം വന്നതാണ്. അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലും ഒരു മൊഴിയെടുക്കലൊന്നും ഉണ്ടായിട്ടില്ല, മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തിട്ടില്ല. അന്ന് വേദിയിലുണ്ടായിരുന്ന സജി ചെറിയാനെ അനുകൂലിക്കുന്ന നേതാക്കളുടെ ചിലരുടെ പ്രതികരണങ്ങൾ മാത്രം മൊഴിയായി എടുക്കുകയും അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തിട്ടില്ല, CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല, ഈ ദൃശ്യങ്ങൾ ഒന്നും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അത് പ്രാഥമികമായി തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വലിയ പിഴവ് വരുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ വ്യാഖ്യാനത്തിലൂടെ കോടതിയിൽ അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതാണ് കോടതി എന്ന് പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വ്യാഖ്യാനമല്ല, വിവാദ പരാമർശമോ എന്ന് തീരുമാനിക്കാനുള്ള ഘടകമെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കേസ് നിലനിൽക്കില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ നിഗമനം നിയമപരമല്ല എന്ന് കോടതി പറഞ്ഞു. സാങ്കേതികമായ കാര്യങ്ങൾ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, നിയമപരമല്ല. കുറ്റം ചെയ്തിട്ടില്ല എന്ന അന്വേഷണ റിപ്പോർട്ട് അനുയോജ്യമല്ല എന്നും പറയുന്നു. അപ്പോൾ ഇനിയും ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ് കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ CPIM-ഉം മന്ത്രി സജി ചെറിയാനും ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അല്പം പിഴവായി പോയി എന്ന ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിലൊരു മാന്യത ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് തനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അവിടെ സമർപ്പിക്കപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് വിമർശനം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ചർച്ചകൾ, ഇപ്പോൾ പ്രതിപക്ഷമായാലും മന്ത്രി ഉടനെ രാജിവെക്കണം, ഇപ്പോൾ BJP-യും പറയുകയാണ് ഉടനെ രാജിവെക്കണം. BJP-ക്ക് അങ്ങനെ ഉടനെ രാജിവെക്കണം എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ആനന്ദ് ഹെഗ്ഡെ മാത്രമല്ല, ഗോൾവാൾക്കർ തൊട്ട് ദേശീയ പതാകയെ തന്നെ വിമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആനന്ദ് ഹെഗ്ഡെ പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിളിൽ നിന്നും സെക്കുലർ എന്ന വാക്ക് തന്നെ എടുത്തു കളയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3/2 ഭൂരിപക്ഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന തന്നെ മാറ്റി എഴുതാമെന്ന് പറയുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്കുമുണ്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശനം RSS-നുമുണ്ട്. പക്ഷേ RSS-ന്റെ വിമർശനം എന്ന് പറയുന്നത് പിന്നാക്കം പോകുന്ന രീതിയിൽ മനുസ്മൃതി ആധാരമാക്കിക്കൊണ്ട് ഭരണഘടന മാറ്റി എഴുതണം, പൂർണ്ണമായും ഭാരതീയവൽക്കരിക്കണം എന്ന് പറയുമ്പോൾ പുരാണ രീതികളിലേക്ക് പോകണം, മനുസ്മൃതിയിലേക്ക് പോകണം എന്ന രൂപത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതാണ് അവർ പറയുന്ന വിമർശനം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിമർശനം എന്ന് പറയുന്നത് ഈ പറയുന്ന തുല്യത, ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടപ്പാക്കുന്ന രീതിയിലേക്ക് ആ ഭരണഘടന മാറ്റിയെഴുതണം. ഇപ്പോഴുള്ള ഭരണഘടന ആ രൂപത്തിലേക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഭരണഘടന തയ്യാറാക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച അംബേദ്കർ തന്നെ രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭരണഘടന ഞാൻ തന്നെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കത്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഭരണഘടന പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മന്ത്രിയാകുമ്പോൾ ഒരു സാധാരണക്കാരനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊരു ചോദ്യം കൂടി ഇതിൽ ഉയരുന്നുണ്ട്. മന്ത്രിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഈ പറയുന്ന ഭാഷയുടെ കുഴപ്പമാണ് വന്നിരിക്കുന്നത്. അത് ഒരു തവണ അനുഭവിച്ച ശേഷം അദ്ദേഹം രാജിവെച്ചു. പക്ഷേ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് അവിടെ സമർപ്പിക്കപ്പെട്ടു എന്നിടത്താണ് സർക്കാരും പ്രതിരോധത്തിലാകുന്നത്, മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുന്നത്. അപ്പോൾ പോലീസ് സംവിധാനം
സ്ഥാനത്തിനെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്ന വിമർശനമാണ് ഇവിടെ വരേണ്ടത്. അതല്ലാതെ ഭരണഘടന ഒരു പുണ്യ പുസ്തകമാണ്, ഒരു മതഗ്രന്ഥമാണ്, അതിനെക്കുറിച്ച് ഒന്നും പറയരുത് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. ഭരണഘടന വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഭരണഘടന അതാത് കാലങ്ങളിൽ അതിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിലാകണം. ഈ പറയുന്ന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാനപരമായി എന്താണ് വിഭാവനം ചെയ്യുന്നത് അതിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുന്നില്ല എങ്കിൽ ഈ ഭരണഘടന കൊണ്ട് കാര്യമില്ല എന്നാണ് അത് എഴുതി വെച്ചവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് തുല്യത? ഇപ്പോൾ പിന്നാക്ക വിഭാഗത്തിൻ്റെ തുല്യത അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ സംവരണം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സംവരണം എന്ന് പറയുന്നത് തുല്യതയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുവരെയേ സംവരണം വേണ്ടൂ. പക്ഷേ അത് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഈ കാലത്തും അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അപ്പോൾ വിമർശനം അവിടെ വേണം. വിമർശനത്തിൻ്റെ ഭാഷയാണ് മോശമായി പോയത്. അതിൽ ഒരു തവണ രാജിവെച്ചിരിക്കുന്നു. സജി ചെറിയാൻ എന്ന മന്ത്രി ഒരു നല്ല മന്ത്രിയാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ മന്ത്രി നടത്തിയിരിക്കുന്ന പല പ്രതികരണങ്ങളും ഉത്തരവാദിത്തമില്ലാത്ത പ്രതികരണങ്ങളാണ്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ വിമർശനങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ വിമർശിക്കപ്പെടേണ്ട ഒരുപാട് മന്ത്രിമാരുണ്ട്, വിമർശിക്കപ്പെടേണ്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇവിടെയുണ്ട്. BJP-യിൽ പല നേതാക്കളും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതിലോമകരമായ പ്രതികരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവിടെ തുടരുമ്പോൾ ഇപ്പോൾ സജി ചെറിയാൻ മാത്രം രാജിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല. പക്ഷേ പറഞ്ഞ ഒന്നും ശരിയായി എന്ന അഭിപ്രായവും എനിക്കില്ല. അതാണ്. Meet the editors.